നമസ്കാരം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി 9 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചു വരികയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള LDF നേതാക്കൾ സർക്കാരിൻ്റെ വികസനവും ക്ഷേമവും അതോടൊപ്പം രാഷ്ട്രീയം പറഞ്ഞാണ് പ്രചാരണം നടത്തുന്നത്. അതേസമയം കേരളത്തിലെ പ്രതിപക്ഷം VD സതീശനാവട്ടെ രമേശ് ചെന്നിത്തലാവട്ടെ നുണകളുടെ കൊട്ടാരം പണിതുകൊണ്ടാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്. ആ ഒരു ശ്രേണിയിലേക്ക് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയും കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിശേഷം. സാജ, ഇപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രമുഖനായ ദേശീയ നേതാവാണ്, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അപ്പം അത്തരം ഒരാളിൽ നിന്ന് എന്തെല്ലാം രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം മര്യാദ ഉണ്ട്. ആ മിനിമം മര്യാദ പോലും കാറ്റിൽ പറത്തിയിട്ടാണ് ഇന്നലെ അദ്ദേഹം കേരളത്തിൽ പ്രചാരണം നടത്തിയിട്ടുള്ളത്. ഇതിനെങ്ങനെയാണ്, പ്രത്യേകിച്ചും ഈ അദ്ദേഹം നൽകുന്ന വാഗ്ദാനങ്ങളുടെ കാപട്യം, അതുപോലെ ശബരിമല സ്വർണ്ണ കവർച്ചയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ വളരെ പരിഹാസ്യമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിലെ പാരഡിയിലെ 4 വരി പാട്ട് സ്വന്തം നെഞ്ചത്തേക്കാണ് അദ്ദേഹം, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലാണ് ഈ പറയുന്ന സ്വർണ്ണ കവർച്ചയുടെ മുഖ്യപ്രതികളെ സ്വീകരിച്ചത്. ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടാണ്, കേരളം ചർച്ച ചെയ്താണ്. എന്നിട്ട് പോലും യാതൊരു ലജ്ജയില്ലാതെ കേരളത്തിൽ വന്ന പാട്ട് അദ്ദേഹം പാടിയിരിക്കുന്നത്. എങ്ങനെയാണ് സാജി അതിനെ കാണുന്നത്? ഈ കോൺഗ്രസ് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ കോൺഗ്രസും BJP മാത്രമുള്ളൊരു കിനാശ്ശേരിയാണ് അവർ സ്വപ്നം കാണുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, 100 അംഗങ്ങളുള്ള കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവാണ്. പക്ഷേ പ്രതിപക്ഷത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ശബ്ദം കിട്ടാൻ കാര്യം ഇന്ത്യ കൂട്ടായ്മ രൂപീകരിച്ചതാണ്. ഇന്ത്യ കൂട്ടായ്മയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഇന്ത്യ കൂട്ടായ്മയിൽ CPIM-ഉം മറ്റിടതുപക്ഷ പാർട്ടികളും എല്ലാ അംഗങ്ങളാണ്. അപ്പോൾ ഈ നേരത്തെ ഇന്ത്യ കൂട്ടായ്മയിൽ അംഗമായിരുന്നൊരു പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി. കോൺഗ്രസിൻ്റെ ഈ സ്വഭാവം കാരണം ആം ആദ്മി പാർട്ടി ഇന്ത്യ കൂട്ടായ്മ വിട്ടുപോയി. കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെയ്ത പ്രധാന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട് നീളെ നടന്നു അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും മറ്റും അഴിമതിക്കാരായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നതായിരുന്നു. ഫലം വന്നപ്പോൾ കോൺഗ്രസ് ഒരു സീറ്റും കിട്ടിയില്ല, പക്ഷേ BJP അധികാരത്തിൽ വന്നു. 2013 ശേഷം കോൺഗ്രസ് അവിടെ വട്ടപൂജയാണ്. 2013 ശേഷം അത് കഴിഞ്ഞ് ആം ആദ്മി പാർട്ടിയുടെ കാലമായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഈ അതിൻ്റെ ദേഷ്യം മുഴുവൻ അവർക്ക് ആം ആദ്മി പാർട്ടിയോടായിരുന്നു. BJPയെ അവർ നേരിട്ടും അല്ലാതെയും സഹായിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദീർഘകാലത്തിന് ശേഷം BJPയുടെ അധികാരം. മാത്രമേ കെജ്രിവാളിനെ ജയിലിലാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത കള്ളക്കേസിന് നേതൃത്വം കൊടുത്തതും കോൺഗ്രസ് ആണ്. അതുപോലെയാണ് ബീഹാർ, ഉത്തർപ്രദേശ്, തമിഴ്നാട്ടിൽ പോലും DMK നയിക്കുന്ന മുന്നണിയിലെ ഘടകകക്ഷിയായ കോൺഗ്രസ് ഭയങ്കര അവസരവാദ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇടയ്ക്ക് നടൻ വിജയുടെ പാർട്ടിയായിട്ട് ചർച്ച നടത്തും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള കഴിഞ്ഞ മാസങ്ങളിൽ നോക്കിയാൽ അവർ DMKയെ ക്ഷീണിപ്പിക്കാനുള്ള ഒരുപാട് നിലപാടുകൾ സ്വീകരിച്ചു. DMKയുടെ പഴയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ജനങ്ങളുടെ മുന്നിൽ ഈ DMK മുന്നണിയെ ദുർബലപ്പെടുത്താനുള്ള നിലപാട് സ്വീകരിക്കുക. ഒടുവിൽ അവസാനം DMK മുന്നണി തന്നെ നിൽക്കുകയും ചെയ്യുകയാണ്. ഇന്ത്യ മുഴുവൻ നോക്കിയാൽ ഇതാണ് ഇവരുടെ സ്ഥിതി. ഇവർ BJP-ആയിട്ട് നേരിട്ട് ആശയപരമായ പോരാട്ടത്തിലൊന്നും ഇവർ തയ്യാറല്ല. BJPയുടെ ഈ ഇവിടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ ഒന്നും അത്ര കടന്നാക്രമിക്കാനൊന്നും അവർ തയ്യാറല്ല. ഞങ്ങൾ ഏതാണ്ട് അതേ നയങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ ജനങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു ഒഴുക്കൻ മട്ടിൽ BJPയെ നേരിടാനാണ് ഇവർ ശ്രമിക്കുന്നത്. കേരളത്തിലും ഇവരുടെ ഇത്തരം നിലപാടിൻ്റെ പിന്നിൽ അതുകൊണ്ട് കേരളത്തിൽ മാത്രമുള്ളതല്ല, ഇന്ത്യ മുഴുവനും ഇവർ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേരളത്തിലെ ഇവരുടെ. ഇതിപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് സ്വർണം കയറ്റിയത് ആരപ്പ, ഇന്ന് മുഖ്യമന്ത്രി അതിന് മാസം മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് മറുപടി ജനങ്ങൾ തന്നെ പറഞ്ഞു എന്നാണ്. കാരണം കേരളത്തിൽ ജനങ്ങൾ അതിന് ഇന്നലെ രാത്രിയോടുകൂടി സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള നേരത്തെ മുഖ്യമന്ത്രി അടക്കം ചോദിച്ചൊരു ചോദ്യത്തിന് ഇതിനോ മറുപടിയില്ല. സോണിയാഗാന്ധിൻ്റെ വീട്ടിൽ Z കാറ്റഗറിയിലുള്ള സോണിയാഗാന്ധിൻ്റെ വീട്ടിൽ സ്വർണ്ണ കവർച്ചയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോയിട്ട് കട്ട് എന്ന് പറയുന്ന ആളും വാങ്ങിയ ആളും ഇവർ രണ്ടുപേരും 2 തവണ ചെന്നിട്ട്, ഒരു തവണ ഉപഹാരം കൊടുക്കുന്നു, ഒരു തവണ കയ്യിലെന്തോ കിട്ടിയോ, അത് ബ്രേസ്ലെറ്റ് ആണെന്ന് പറയുന്നു, അതല്ല വേറെ എന്തോ പൂജിച്ച ചരടാണെന്ന് പറയുന്നത്. അതിന് മറുപടി പറയേണ്ടത് അവർ തന്നെയാണ്. അപ്പം സ്വന്തം വീട്ടിൻ്റെ അകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം കേട്ടിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്നലെ വന്നു കണ്ട് ഈ പാട്ട് പാടുന്നത്. അത് ഈ പോറ്റി ആദ്യമായിട്ട് ശബരിമല കയറിയത് ഇവർ ഭരിക്കുമ്പോഴാണ്, UP സർക്കാരിൻ്റെ കാലത്ത്. UP സർക്കാർ കേന്ദ്രത്തിലും കേരളത്തിൽ UDF ഭരിക്കുമ്പോഴാണ് പോറ്റി ആദ്യമായിട്ട്
ശബരിമലയിൽ അതായത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്നു. അന്ന് ഈ KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയാണ്. ആ കാലത്താണ് കയറുന്നത്. അജയ് തറയിൽ ദേവസ്വം ബോർഡ് അംഗമാണ്. അപ്പൊ ഈ കാലത്താണ് അവിടെ ഈ പോറ്റി അവിടെ കയറുന്നത്. എന്ന് മാത്രമല്ല Z+ കാറ്റഗറി സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെയാണ് ഈ പോറ്റിക്കും മറ്റേ കർണാടകത്തിൽ നിന്നുള്ള കുറെ ചങ്ങാതിമാർക്കും കയറാൻ പറ്റിയെന്നുള്ളതിന് രാഹുൽ ഗാന്ധി അത് മറച്ചു വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഹസനം. എന്ന് മാത്രമല്ല ഇത്തരം വിഷയങ്ങൾ ഈ ശബരിമല എന്ന് പറയുന്ന ശബരിമല സ്വർണ്ണ കവർച്ച എന്ന് പറയുന്നത് ഒരു മോഷണ കേസാണ്. അതിന് വേറൊരു പരിവേഷം കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അതാണ് ഇന്ത്യ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം. ഇതൊരു തെഫ്റ്റ് കേസാണ്. ഇന്ന് മാത്രമല്ല ശബരിമലയിലെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് ശബരിമല ദേവസ്വം ബെഞ്ചാണ്. ഈ ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. അപ്പൊ ഈ ദേവസ്വം ബെഞ്ചിന്റെ മുഴുവൻ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായിട്ടാണ് അന്വേഷണം പോകുന്നത്. ഇതിൽ കൃത്യമായും പ്രതികളെ ശിക്ഷിക്കണമെന്ന് നിലപാട് സ്വീകരിച്ചാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതേസമയം ചില പ്രതികളെ രക്ഷിക്കാനാണ് BJP തയ്യാറായത്. കോൺഗ്രസ് പോലും അവർ ഈ ശബരിമല വിഷയത്തിന്റെ ഈ സ്വർണ്ണ കവർച്ച കേസിന്റെ മെരിറ്റിലേക്ക് പോകാതെ ഇതിനെ ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയവും മറ്റു ചില വൈകാരികമായ കാര്യങ്ങളും കൊണ്ടുവന്ന് ഇതിനെ ഒരു വഴിതിരിച്ച് വിട്ടിട്ട് ജനങ്ങളെ കേൾപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതാണ് കോൺഗ്രസിന്റെ പതിവ് ശൈലി. ഇതിനകത്ത് വേറൊരു കാര്യം, ഈ രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞത് ഗ്യാരണ്ടിയാണ്. നേരത്തെ VD സതീശന്റെ ജാഥാ സമാപനത്തിനും അദ്ദേഹം ഗ്യാരണ്ടിയാണ്. നമുക്കറിയാം ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് ഭരിക്കുമ്പം കൊടുത്ത ഒരു ഉറപ്പും പാലിച്ചില്ല. അങ്ങനെ പാലിച്ചിരുന്നെങ്കിൽ ഇന്നും ഈ രാജ്യവും ഭരിക്കുന്ന കോൺഗ്രസ് ആയിരിക്കും. മാത്രമല്ല മിക്ക സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസ് ഭരിച്ച എല്ലാ സംസ്ഥാനങ്ങളും BJPക്കാരുടെ കയ്യിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം കോൺഗ്രസിൻ്റെ ഒരു കേന്ദ്ര സർക്കാർ കോൺഗ്രസ് 34 വർഷം ഭരിച്ചിട്ട് കൊടുത്തത് BJPയുടെ കയ്യിലേക്കാണ്. അപ്പം കർണാടകയിൽ കൊടുത്ത ഗ്യാരണ്ടി ഇതുവരെ പാലിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്ന് കുറേ ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഈ ഗ്യാരണ്ടി ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഇന്നലെ രാഹുൽ ഗാന്ധി വന്നിട്ട് ഒരു കാര്യം പറയേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി വന്നിട്ട് റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250-300 രൂപയാക്കുമെന്ന് പറഞ്ഞു. ഈ കേരളത്തിൽ പണ്ടുണ്ടായിരുന്നു. 2009 തന്നെ റബ്ബറിന് 250 രൂപയോളം ഉണ്ടായിരുന്നു. അന്ന് ഇവർ ആസിയാൻ കരാർ കൊണ്ടുവന്ന് ആസിയാൻ കരാറിൽ ഒപ്പിട്ട് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് റബ്ബർ വരാൻ തുടങ്ങിയപ്പോഴാണ് റബ്ബറിന് 100 രൂപ താഴെയായി 70-90 രൂപയായത്. അപ്പൊ കോൺഗ്രസ് ആണ് ഉത്തരവാദി. അതിനെതിരെ കേരളത്തിൽ മനുഷ്യച്ചങ്ങലയോടെ സൃഷ്ടിച്ചതാണ് LDF. ഇപ്പൊ LDF സർക്കാർ വന്ന ശേഷമാണ് റബ്ബറിന് മിനിമം വില പ്രഖ്യാപിച്ച് വീണ്ടും റബ്ബറിന്റെ വില അല്പം ഉയർത്തിയത്. ഇവര് ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ഇത്. അതുപോലെ ഈ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിന്റെ ഗ്യാരണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹഠാവോ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കോൺഗ്രസ് 2014 50 സീറ്റിൽ താഴെയാവാൻ കാരണം ഇവർ ജനങ്ങളെ വഞ്ചിച്ചതാണല്ലോ. ഈ ഇന്ത്യ മുഴുവനും കോൺഗ്രസിനെ ദുർബലമാക്കിയത് ആരെന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷമാണ് ഇന്ത്യ മുഴുവനും കോൺഗ്രസ് ദുർബലമാക്കിയെന്നൊക്കെ ഇവർ പറഞ്ഞതിന് ഇടതുപക്ഷം അത്ര ശക്തി ഉണ്ടെന്ന് ഇവർ സമ്മതിക്കുകയാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കോൺഗ്രസ് ഇങ്ങനെ മെലിഞ്ഞുപോയി, ശോഷിച്ചു പോയി. കഴിഞ്ഞ പാർലമെന്റിൽ അതിന് മുൻവരുന്ന ഇലക്ഷനിലും കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിപക്ഷം ആകാനുള്ള അംഗബലം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ കോൺഗ്രസ് എത്തിച്ച അവർ തന്നെയാണ്. പിന്നെ വഞ്ചന ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്തെങ്കിലും പെർഫോം ചെയ്തിട്ടുള്ളത് ഒന്നാം UPA സർക്കാരാണ്, മൻമോഹൻ സിംഗ് സർക്കാരാണ്. അത് ഇടതുപക്ഷത്തിന്റെ 64 അംഗങ്ങളുടെ ഗ്യാരണ്ടിയിലാണ്. അതാണ് നമ്മുടെ മിനിമം ഗ്യാരണ്ടി, CMB കോമൺ മിനിമം പ്രോഗ്രാം. ഈ കോമൺ മിനിമം പ്രോഗ്രാം പ്രകാരം ജനങ്ങളെ കുറച്ചൊക്കെ ക്ഷേമം നൽകാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ അതിലാണല്ലോ തൊഴിലുറപ്പ് പദ്ധതി. അതേപോലെ തന്നെ വിവരാവകാശ നിയമം വരുന്നു. ഇങ്ങനെയുള്ള വളരെ പ്രശസ്തമായ നിയമങ്ങൾ വരുന്നത് അന്നാണ്. പിന്നെ മറ്റൊന്ന്, ഇപ്പം AK ആന്റണി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഭയങ്കര ഒരു മാസ് ഡയലോഗ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് മൂന്നാമത് കേരളത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളം പിന്നെ നോക്കേണ്ട തകർന്ന് തരിപ്പണമാവുന്നതാണ്. ഇതിനകത്ത് 2 വൈരുദ്ധ്യങ്ങളുണ്ട്. ഒന്ന്, ആന്റണിയുടെ വീട്ടിലുള്ള മുഴുവൻ വോട്ട് പോലും കോൺഗ്രസിന് കിട്ടുന്ന ആന്റണിക്ക് ഉറപ്പില്ല, BJPക്ക് പോകും. പല വോട്ടുകളും BJPക്ക്. ഒരുപക്ഷെ ആന്റണിയുടെ വോട്ട് മാത്രമേ മിക്കവാറും കോൺഗ്രസിന് കിട്ടൂ. ആ കാര്യത്തിൽ നമുക്ക് ആന്റണി ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ തന്നെ എന്നുള്ള കാര്യത്തിൽ ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ളവരുടെ വോട്ട് BJPക്കാണ് പോകുന്നത്. ആ ഒരു ഉറപ്പില്ല. രണ്ടാമത്തെ ഒരു കാര്യം, തുടർഭരണം അപകടത്തിൽപ്പെടുത്തെങ്കിൽ 34 വർഷം ഈ രാജ്യം തുടർച്ചയായി ഭരിച്ച കോൺഗ്രസിലെ നിരവധി കാലം കേന്ദ്രമന്ത്രിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് സംസ്ഥാനങ്ങൾ തുടർച്ചയായി കോൺഗ്രസ് ഭരിച്ചത്. അപ്പം തങ്ങളെ ചെയ്തികളെ പോലെ തങ്ങളെ ഭരണത്തെ പോലും തള്ളിപ്പറയുന്നതല്ലത്. അതെ, ഈ ആന്റണിയുടെ കാര്യം പറഞ്ഞാൽ പണ്ട് 100 വർഷത്തേക്ക് മാർക്സിസ്റ്റുകാർ കേരളം ഭരിക്കത്തില്ലെന്ന്, 100 വർഷത്തേക്ക് ഭരിക്കില്ലെന്ന് ആന്റണി കുറേ വർഷം 10-40 വർഷം മുമ്പ് പറഞ്ഞാണ്. ആന്റണിയിൽ നിന്ന് ഇങ്ങനെ പല ഇതും ഉണ്ടാവും. അപ്പോൾ ഇവരെ പോലുള്ളവർ ഇപ്പം ഈ തുടർഭരണത്തിൻ്റെ നേട്ടം കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ തുടർഭരണത്തിൻ്റെ നേട്ടം ആന്റണി തന്നെ വേറൊരു കാര്യം പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആന്റണി പണ്ട് കേന്ദ്രമന്ത്രിയായിരിക്കും പറഞ്ഞു, കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എനിക്ക്
ധൈര്യം ഇവിടെ വെച്ച് കണ്ണും പൂട്ടി ഇവിടെ വ്യവസായങ്ങളടക്കം വ്യവസായങ്ങളടക്കം UDF ആണെങ്കിൽ മുഴുവൻ കമ്മീഷൻ ആൻഡി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതെ. അപ്പൊ ഈ കമ്മീഷൻ രാജിന്റെ ഒരു കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ആന്റണി ഒരുപാട് വിമർശനങ്ങൾ അന്ന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ കൊള്ള ഭരണമാണെന്ന് പറഞ്ഞു. ആന്റണി പറഞ്ഞു ഇപ്പോഴത്തെ പ്രദേശ പറഞ്ഞു. അപ്പൊ ഈ UDF ഇവർ മുഴുവനും ഈ കോൺഗ്രസ്സുകാർ ജീവിക്കുന്നത് കോൺഗ്രസിന്റെ ലോകത്താണ്. ഈ കോൺഗ്രസിന്റെ ലോകത്ത് ജീവിക്കുന്നവർക്ക് എല്ലാം ഇങ്ങനെ തോന്നുമല്ലോ, ഭരിക്കുന്നത് മുഴുവൻ അഴിമതിക്ക് വേണ്ടിയാണെന്നുള്ള. ഇപ്പൊ നമ്മുടെ രമേശ് ചെന്നിത്തല എപ്പോഴും കോടതി പോകുമല്ലോ, ഏത് പദ്ധതി കൊണ്ടുവന്നാലും കോടതി പോകും. ഇന്നൊന്ന് തള്ളിയിട്ടുണ്ട്. അപ്പൊ ഇവര് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ശൈലി എന്ന് വെച്ചാൽ ഏത് സ്കീം കൊണ്ടുവരുന്നതും ഏത് പദ്ധതി കൊണ്ടുവരുന്നത് എല്ലാം അഴിമതിക്ക് വേണ്ടിയാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ടും ഒരു പദ്ധതി നേട്ട ഉടനെ അതിന്റെ ഒരു കമ്മീഷനാണെന്ന് നമുക്ക് തോന്നും. അതാണ് ഇവരുടെ ഒരു മാനസികാവസ്ഥ. ഒരർത്ഥത്തിൽ പറഞ്ഞ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരന്മാര്. അതെ അതെ, അതാണ്. ഏതായാലും ഇനി ഒരു 9 ദിവസമുള്ളൂ. കേരളത്തിൽ പ്രചരണം വളരെ ചൂട് പിടിക്കുകയാണ്. ഇപ്പം AK ആന്റണിയെ രംഗത്തിറക്കിയതുപോലെ പല ആളുകളും രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഒരുപാട് കള്ള പ്രചാരണങ്ങളും ഒക്കെ വരും. അത് തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് തന്നെ കഴിഞ്ഞ തുടർഭരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അത് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുന്നത് നമുക്ക് ഉറപ്പാക്കാം. ഓക്കെ.